സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലേക്ക് മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി വിവരം ലഭിച്ചു. എക്സിറ്റ് വിസ നടപടിയും പൂർത്തിയായി. എമിഗ്രേഷൻ നടപടി കൂടി പൂർത്തിയായാൽ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാം. അങ്ങനെ അബ്ദുൾ റഹീമിന്റെ വിഷയത്തിൽ എല്ലാം തീരുമാനമായിരിക്കുകയാണ്. അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അതായത് അബ്ദുൾ റഹീമിൻ്റെ ആ ഒരു ശിക്ഷാ കാലാവധി തീരാൻ ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ എത്രയും വേഗം അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുമെന്നുള്ള ആ ഒരു സന്തോഷകരമായ വാർത്തയായിരുന്നു ഞാനൊന്ന് പങ്കുവച്ചത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പോലെയല്ല ഗൾഫ് രാഷ്ട്രങ്ങളിലെ നിയമങ്ങളെന്ന് പറയുന്നത്. അതിന് ചില നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ ആ നടപടികളെല്ലാം പൂർത്തിയായിക്കൊണ്ട് അബ്ദുൾ റഹീമിൻ്റെ ജയിൽ മോചനം അവിടുത്തെ ഗവൺമെൻറ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബ്ദുൾ റഹീമിനെ അവിടുത്തെ കോടതി ജയിൽ മോചിതനാക്കി. കേരളത്തിലെ നമ്മുടെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലേക്ക് മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി വിവരം ലഭിച്ചു. എക്സിറ്റ് വിസ നടപടിയും പൂർത്തിയായി. എമിഗ്രേഷൻ നടപടി കൂടി പൂർത്തിയായാൽ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാം. സൈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വളരെ പെട്ടെന്നാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സൗദി അറേബ്യയിൽ ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കൂടിയാണ് ഈ വാർത്ത വരുന്നത്. ഇതിൽ അബ്ദുൾ റഹീമിന്റെ ഉത്തരവിൽ ഇന്ന് ജയിൽ അധികൃതർ ഇപ്പോൾ സാങ്കേതികമായി അദ്ദേഹം ജയിൽ മോചിതനായി. ഇനി നാട്ടിലേക്ക് മടങ്ങുവാനുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഇനി ചെയ്യുക, ജയിലിൽ നിന്നും നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയും എമിഗ്രേഷനിൽ വെച്ച് പ്രൊസീജിയർ പൂർത്തിയാക്കി നേരെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുക. സൗദി അറേബ്യയിൽ നേരിട്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങുവാൻ നിലവിൽ സാഹചര്യം ഉണ്ടാകില്ല. നേരെ നാട്ടിലായിരിക്കും ആളുകൾക്ക് അദ്ദേഹത്തെ കാണുവാനുള്ള സാധ്യതകൾ അപ്പോൾ ഉണ്ടാവുക. 2006 ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായി അദ്ദേഹം ചേർക്കപ്പെടുന്നതും വധശിക്ഷക്ക് വിധിക്കപ്പെടുന്നതും പിന്നീട് കുടുംബവുമായി സംസാരിക്കുകയും വധശിക്ഷ ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ജയിൽ കാലാവധി എന്ന് പറയുന്നത് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. ആ കേസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജയിൽ കാലാവധി കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം മോചിതനാകുന്നത്. ഇപ്പോൾ മോചിതനായി എന്ന് സാങ്കേതികമായി പറയുമ്പോൾ പോലും ഇന്നോ നാളെയോ അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവധി ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷമാകുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതേസമയം വൈകാതെ ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ അദ്ദേഹത്തിന് റഹീമിനെ നാട്ടിലേക്ക് മടങ്ങാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ടാണ് അബ്ദുൾ റഹീമിനെ സൗദി ജയിലിൽ നിന്നും ഔദ്യോഗികമായി മോചിപ്പിച്ചിരിക്കുന്നത്. ജയിൽ മോചിതനായ അബ്ദുൾ റഹീമിനെ റിയാദിലെ ഡിപ്പോർട്ടേഷൻ സെന്ററിലേക്ക്, അതായത് നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജയിൽ മോചിതനാകുന്ന പ്രവാസികളെ നാട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് അവിടുത്തെ ഒരു സാധാരണ നടപടിക്രമമാണ്. ഇന്ത്യൻ എംബസി താൽക്കാലികമായ പാസ്പോർട്ടും അബ്ദുൾ റഹീമിന് ഇതിനോടകം തന്നെ അനുവദിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നും അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് എത്താൻ എത്രയും വേഗം സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എക്സിറ്റ് വിസ നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിൽ ചില പത്രവാർത്താ മാധ്യമങ്ങൾ ആ എക്സിറ്റ് വിസ കൂടി അടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അബ്ദുൾ റഹീമിന് എത്രയും വേഗം നാട്ടിലേക്ക് എത്താൻ സാധിക്കും. ആ നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ വരും ദിവസങ്ങളിൽ തന്നെ എത്രയും വേഗം അബ്ദുൾ റഹീമിന് വിമാനം കയറി കോഴിക്കോട്ട് വന്നിറങ്ങാൻ സാധിക്കും. 1-2 മാസങ്ങളല്ല, കഴിഞ്ഞ 20 വർഷങ്ങളായി ഒരു ഉമ്മയുടെ കണ്ണീരും ഒരു നാടിൻ്റെ ഒന്നാകിയ പ്രാർത്ഥനയും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിൻ്റെ നെഞ്ചിടിപ്പും ഒന്നിച്ചു നിന്ന ഒരു വലിയൊരു പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ്. ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ആ ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. 76 വയസ്സായ ഫാത്തിമ ഉമ്മ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ആ ഉമ്മയ്ക്ക് തൻ്റെ മകനെ ഒരൊറ്റ തവണ മാത്രമേ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതും 2024 നവംബറിലാണ്. വധശിക്ഷ ഒഴിവായതിനു ശേഷം റിയാദിൽ പോയ സമയത്താണ് ആ ഉമ്മ തൻ്റെ മകനെ കാണുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം ജയിലിൽ നിന്നുമുള്ള വല്ലപ്പോഴുള്ള വീഡിയോ കോളുകൾ മാത്രമായിരുന്നു ആ ഉമ്മയുടെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് ആ ഉമ്മയുടെ കണ്ണുകളിൽ വരുന്നത് സങ്കടക്കണ്ണീരല്ല, നേരെ മറിച്ച് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ കണ്ണീരാണ്. 2 പതിറ്റാണ്ടായി താൻ കാത്തിരുന്ന മകൻ, കൈക്കുഞ്ഞായിരുന്നപ്പോൾ നെഞ്ചോട് ചേർത്ത് വെച്ച മകൻ, ഇന്ന് 44 വയസ്സുള്ള പ്രായമായ ഒരു മനുഷ്യനായി തൻ്റെ മുന്നിലേക്ക് നടന്നു വരാൻ പോകുന്നു. ആ ഉമ്മയുടെ പ്രാർത്ഥന തന്നെയാണ് ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും വലിയ ഊർജ്ജമെന്ന് പറയുന്നത്. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് അബ്ദുൾ റഹീം ഗൾഫിലേക്ക് പോകുന്നത്. തൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ 2026 സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോകുന്നു. ഹൗസ് ഡ്രൈവർ ജോലിക്കായിരുന്നു അബ്ദുൾ റഹീം പോയത്. ജോലിയിൽ പ്രവേശിച്ച് 28ാമത്തെ ദിവസം തന്നെ തൻ്റെ സ്പോൺസറുടെ മകനെയും കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് അബ്ദുൾ റഹീമിൻ്റെ കയ്യബദ്വശാൽ ആ കുട്ടി മരണപ്പെട്ടു പോവുകയാണ്. താൻ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, നേരെ മറിച്ച്
തൻ്റെ അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞിട്ടും പോലീസ് അബ്ദുറഹീമിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് 2012 അബ്ദുറഹീമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. പിന്നീട് അവിടുത്തെ സുപ്രീം കോടതി, സൗദിയിലെ സുപ്രീം കോടതിയും ആ വധശിക്ഷ ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തൻ്റെ മകനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പോകുന്നു. എത്രയും വേഗം എൻ്റെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹീമിൻ്റെ ഉമ്മ ഫാത്തിമ ഉമ്മ സങ്കടത്തോടുകൂടി നമ്മുടെ മലയാളികളെ നോക്കി ഒരു സഹായം ചോദിച്ച സമയത്താണ് എല്ലാവരും ഒറ്റക്കെട്ടായി ആ ഉമ്മയുടെ കണ്ണുനീർ തുടയ്ക്കാൻ ആ ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച നാം എല്ലാവരും കണ്ടത്. അബ്ദുറഹീമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയുണ്ടായി. അത് അബ്ദുറഹീമിൻ്റെ വിഷയം എല്ലാവരിലേക്കും എത്താൻ വലിയ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. പിന്നീട് നീണ്ട ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ ആ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം 15 മില്യൺ സൗദി റിയാൽ, അതായത് ഇന്ത്യയിലെ 34 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ദിയാധനമായി കൊടുത്തു കഴിഞ്ഞാൽ മാപ്പ് നൽകാമെന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു. കോടതി അതിനെ സമയം കൊടുക്കുന്നു. പിന്നീട് ഒരു ക്രൗഡ് ഫണ്ടിങ് നമ്മുടെ കേരളത്തിൽ അന്ന് മനോഹരമായി നടന്നൊരു കാഴ്ച നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. വലിയ രീതിയിൽ അന്ന് അബ്ദുറഹീമിൻ്റെ വിഷയം കേരളത്തിലെ ഒരുപാട് ആളുകൾ, അതിൽ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നൊരു മനോഹരമായ കാഴ്ച, സുന്ദരമായ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചയെന്ന് പറയാം. അതിനകത്ത് പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങളുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തെ ഏറ്റെടുത്ത് വീഡിയോകൾ ചെയ്ത ഒരുപാട് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർമാർ, ഇൻഫ്ലുവൻസർമാർ, അങ്ങനെ ഒരുപാട് പേരുടെ ഒരുമിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ 34 കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചു. പിന്നീട് 2024 ജൂലൈ 2 പണം കോടതിയിൽ കെട്ടിവെക്കുകയും കുട്ടിയുടെ കുടുംബം ഔദ്യോഗികമായി മാപ്പ് നൽകുകയും ചെയ്തതോടെ അബ്ദുറഹീമിൻ്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയാണ്. പക്ഷെ വധശിക്ഷ റദ്ദാക്കിയിട്ടും അബ്ദുറഹീമിൻ്റെ ജയിൽ മോചനം അത് നീണ്ടുപോവുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അബ്ദുറഹീമിന് അവിടുത്തെ കോടതി വിധിച്ചത് 20 വർഷത്തെ കഠിന തടവ് ശിക്ഷയായിരുന്നു. ആ 20 വർഷത്തെ ആ ഒരു ശിക്ഷ അബ്ദുറഹീം പൂർത്തിയാക്കേണ്ടതുണ്ട്. വധശിക്ഷ ഒഴിവായെങ്കിലും രാജ്യത്തെ പൊതുനിയമം ലംഘിച്ചതിനാണ് അബ്ദുറഹീമിന് 20 വർഷത്തെ ആ ഒരു കഠിന തടവ് പൂർത്തിയാക്കണം ആ ഒരു നിബന്ധന കോടതി മുന്നോട്ട് വെച്ചത്. അങ്ങനെ 2026 മെയ് 19, അതായത് ഈ മാസമാണ് അത്തരത്തിൽ അബ്ദുറഹീമിൻ്റെ ആ 20 വർഷത്തെ ആ ജയിൽ മോചനം അതിൻ്റെ കാലാവധി അവസാനിച്ചത്. അതായിരുന്നു നമ്മളെല്ലാവരും അന്ന് വീഡിയോ ചെയ്തത്. അബ്ദുറഹീം ജയിൽ മോചിതനാകാൻ പോകുന്നു, ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരും പങ്കുവച്ചത്. എന്നാൽ ഇപ്പോഴാണ് അബ്ദുറഹീമിനെ ഔദ്യോഗികമായി കൊണ്ട് ജയിൽ മോചിപ്പിച്ചു എന്നുള്ള ആ ഒരു സന്തോഷകരമായ ഒരു വാർത്ത പുറത്തു വന്നത്. മാത്രമല്ല അബ്ദുറഹീമിൻ്റെ ഇന്ത്യൻ എംബസി നാട്ടിലേക്ക് പോകാനുള്ള പാസ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം എക്സിറ്റ് നടപടികൾ നേരത്തെ പറഞ്ഞു. ചില മാധ്യമങ്ങൾ പറയുന്നു അത് കൊടുത്തു എന്നാണ്, ചില മാധ്യമങ്ങൾ പറയുന്നു അതിന് ആ ഒരു പ്രക്രിയ കൂടി മാത്രമേ ഉള്ളൂ എന്നാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അബ്ദുറഹീം ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തും. ഇവിടെ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ പെരുന്നാളാണ്. ഒരുപക്ഷെ ഈ പെരുന്നാൾ ദിവസം തന്നെ അബ്ദുറഹീമിനെ നാട്ടിലേക്ക് എത്തിക്കൊണ്ട് ഈ പെരുന്നാൾ ദിവസം തൻ്റെ ഉമ്മയുടെ കൂടെ ആഘോഷിക്കാൻ, സന്തോഷിക്കാനുള്ള ആ ഒരു ദിവസമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇത്രയും വർഷക്കാലം തൻ്റെ മകനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന ആ ഉമ്മയുടെ ഈ പെരുന്നാൾ ദിവസം അത് സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും.